ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. 79ാം സ്വാതന്ത്ര്യദിന നിറവിൽ രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. സായുധ സേനയുടെ ധീരതയും കൃത്യതയും അടയാളപ്പെടുത്തുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി. മികവുറ്റ ആയുധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി സുദർശൻ ചക്ര എന്ന പേരിൽ ദൌത്യം നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി. ദീപാവലിയോടെ രാജ്യത്തെ ചരക്കു സേവന നികുതി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങൾ. ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ഒരുപോലെ ശക്തിപ്പെടുത്തിയാണ് മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രായേലിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ജെറുസലേം അത്ലറ്റിക്സ് മീറ്റിൽ ഇന്ത്യയുടെ അങ്കിത ധ്യാനിക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. 79ാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. സായുധ സേനയുടെ ധീരതയും കൃത്യതയും അടയാളപ്പെടുത്തുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. സിന്ധു നദീജല കരാർ അന്യായമായിരുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആണവ ഭീഷണി രാജ്യം വെച്ചുപൊറുപ്പിക്കില്ല. ബഹിരാകാശ മേഖലയിൽ രാജ്യം സ്തുത്യർഹമായ നേട്ടങ്ങൾ കൈവരിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെയെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്ത് മടങ്ങിയെത്തും. ഗഗൻയാൻ ദൌത്യത്തിനും സ്വന്തമായി ബഹിരാകാശ നിലയം എന്ന ലക്ഷ്യത്തിനായും രാജ്യം പ്രവർത്തിക്കുകയാണ്. ബഹിരാകാശ രംഗത്തെ 300ഓളം സ്റ്റാർട്ടപ്പുകൾ ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയെ സ്വാശ്രയ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അർദ്ധചാലക ദൌത്യവുമായി രാജ്യം മുന്നോട്ടു പോവുകയാണ്. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഇലക്ട്രോണിക് ചിപ്പുകൾ വിപണിയിൽ ലഭ്യമാകും. ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം ശ്രീ മോദി അടിവരയിട്ടു. സൌരോർജ്ജ ഉൽപാദനത്തിൽ കഴിഞ്ഞ 11 വർഷങ്ങൾ കൊണ്ട് 30 ഇരട്ടി വർധനയുണ്ടായി. 10 പുതിയ ആണവ റിയാക്ടറുകൾ ദ്രുതഗതിയിൽ സജ്ജമാവുകയാണ്. 2047ഓടെ ആണവോർജ്ജ ഉൽപാദനം 10 ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2047 तक जो कि हमने विकसित भारत का लक्ष्य तय किया है, जब देश की आजादी के 100 साल होंगे, हम परमाणु ऊर्जा क्षमता 10 गुना से भी अधिक बढ़ाने का संकल्प लेकर के आगे बढ़ रहे हैं. हम न्यूक्लियर एनर्जी के क्षेत्र में बहुत बड़े रिफॉर्म लेकर के आए. രാജ്യത്തിന്റെ വികസന യാത്രയിലെ വഴിവിളക്കായിരുന്നു ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും ഭരണ നവീകരണത്തിനും ലക്ഷ്യമിട്ട് പരിഷ്കരണ കർമ്മസേന രൂപീകരിക്കുമെന്ന് ശ്രീ മോദി പ്രഖ്യാപിച്ചു. $10 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഈ കർമ്മസേന രാജ്യത്തെ സജ്ജമാക്കും. ജനസംഖ്യ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ഉന്നത അധികാരത്തോടുകൂടി ഡെമോഗ്രഫി മിഷൻ ആരംഭിക്കും. സമുദ്ര വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ദേശീയ ആഴക്കടൽ പര്യവേക്ഷണ ദൌത്യത്തിനും തുടക്കം കുറിക്കും. രാജ്യത്ത് സ്വന്തമായി ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാൻ കഴിയണമെന്നും ശാസ്ത്രജ്ഞരും യുവാക്കളും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങൾക്കായി പുതിയ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആദ്യമായി ജോലിക്ക് പ്രവേശിക്കുന്ന യുവജനങ്ങൾക്ക് 15,000 രൂപ വീതം സർക്കാർ നൽകും. 3,50,00,000 പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. प्रधानमंत्री विकसित भारत रोजगार योजना आज ही 15 अगस्त को लागू हो रही है. इस योजना के तहत निजी क्षेत्र में पहली नौकरी पाने वाले नौजवान को 15,000 रुपया सरकार की तरफ से दिए जाएंगे. कंपनियों को भी नए रोजगार देने के अवसर जो भी ज्यादा जुटाएगा उनको भी प्रोत्साहन राशि दी जाएगी. അടുത്ത 10 വർഷങ്ങൾക്കുള്ളിൽ ദേശീയ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ ആധുനീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മികവുറ്റ ആയുധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി സുദർശൻ ചക്ര എന്ന പേരിൽ ദൌത്യം നടപ്പിലാക്കും. 100 വർഷത്തെ ചരിത്രമുള്ള RSS ലോകത്തെ ഏറ്റവും വലിയ സർക്കാർ ഇതര സംഘടനയാണെന്ന് ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. കഠിനാധ്വാനം, സ്വാശ്രയത്വം, സ്വദേശി എന്നിവയിലൂടെ സമൃദ്ധമായ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദീപാവലിയോടെ രാജ്യത്തെ ചരക്കു സേവന നികുതി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ചെറുകിട വ്യവസായത്തെയും MSMEകളെയും സഹായിക്കുന്നതിനായി നികുതിയിൽ കുറവ് വരുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. समय की मांग है कि हम एक बार उसको रिव्यू करें. हमने एक हाई पावर कमेटी को बिठा करके रिव्यू शुरू किया. राज्यों से भी विचार विमर्श किया. हम नेक्स्ट जनरेशन GST रिफॉर्म्स लेकर के आ रहे हैं. ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे.
सामान्य मानवीय की जरूरतों के टैक्स भारी मात्रा में कम कर दिए जाएंगे. രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ച ശേഷമായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കായി പ്രധാനമന്ത്രി ചുവപ്പുകോട്ടയിൽ എത്തിയത്. ചുവപ്പുകോട്ടയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സഹമന്ത്രി സഞ്ജയ് സേത്തും ശ്രീ മോദിയെ സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം സേനാ വിഭാഗങ്ങൾ നൽകിയ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയതിന് പിന്നാലെ വ്യോമസേനാ ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി. സ്വാതന്ത്ര്യദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി ആദരമർപ്പിച്ചു. സംയുക്ത സൈനിക മേധാവി, 3 സേനാ വിഭാഗങ്ങളുടെ തലവന്മാർ എന്നിവരും രാഷ്ട്രപതിയോടൊപ്പം ഉണ്ടായിരുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. സ്വതന്ത്ര ഇന്ത്യ എന്ന ബഹുമതി നമുക്ക് നൽകിയ എണ്ണമറ്റ വീരന്മാരുടെ ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും പരമമായ നിസ്വാർത്ഥതയുടെയും പവിത്രമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും അഭിമാനവും സംരക്ഷിക്കുന്നതിന് പ്രവർത്തിക്കുന്ന ധീരരായ സൈനികരെയും സ്വാതന്ത്ര്യദിനത്തിൽ അനുസ്മരിക്കുന്നതായി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർല തുടങ്ങിയവരും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള NSS-H പദ്ധതിയുടെ 100 ഗുണഭോക്താക്കൾ പ്രത്യേക അതിഥികളായി ചുവപ്പുകോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുത്തു. 6 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗുണഭോക്താക്കളാണ് പങ്കെടുത്തത്. 2016-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് NSS-H പദ്ധതി ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലും സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ മുറുകെ പിടിച്ചുള്ള കൂട്ടായ പോരാട്ടമാണ് ഇന്ത്യയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ഒരുപോലെ ശക്തിപ്പെടുത്തിയാണ് മുൻപോട്ട് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ഒരുപോലെ ശക്തിപ്പെടുത്തിയാണ് നാം മുൻപോട്ട് പോകുന്നത്. ഒരു വശത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കമുള്ളവ, മറുവശത്ത് ഭാവി കേരളം കെട്ടിപ്പടുക്കൽ. ഇവക്കായി എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട സന്ദർഭം കൂടിയാണിത്. രാജ്യപുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആഹ്വാനം ചെയ്തു. എല്ലാ ജില്ലകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. കേരള നിയമസഭ, വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷൻ എന്നിവിടങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള പോലീസ്, ഫയർ, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സേവന മെഡലുകൾക്ക് 1090 പേർ അർഹരായി. 233 പേർക്ക് ധീരതയ്ക്കുള്ള മെഡലും 99 പേർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും 758 പേർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലും ലഭിച്ചു. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 2 CASF ജവാന്മാർ ഉൾപ്പെടെ 45 പേർ മരിച്ചതായും 120 പേരെ രക്ഷപ്പെടുത്തിയതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. മച്ചേൽ മാതാ ദേവാലയത്തിലേക്കുള്ള വാർഷിക യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഇന്ത്യൻ സേന, ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സംഘം, പോലീസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ഇസ്രയേലിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ജെറുസലേം അത്ലറ്റിക്സ് മീറ്റിൽ ഇന്ത്യയുടെ അങ്കിത ധ്യാനിക്ക് സ്വർണം. വനിതകളുടെ 2000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിലാണ് നേട്ടം. ഇതോടെ ഈ ഇനത്തിലെ ദേശീയ റെക്കോർഡ് ഒളിമ്പ്യൻ അങ്കിത മറികടന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും. അലാസ്കയിലെ ആങ്കറേജിലുള്ള US സംയുക്ത സൈനിക താവളത്തിലാണ് യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്ത് നാളെ വരെയും, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും, കർണാടക തീരത്ത് ഈ മാസം 18 വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 79ാം സ്വാതന്ത്ര്യദിന നിറവിൽ രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. സായുധ സേനയുടെ ധീരതയും കൃത്യതയും അടയാളപ്പെടുത്തുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി. മികവുറ്റ ആയുധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി സുദർശൻ ചക്ര എന്ന പേരിൽ ദൌത്യം നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി. ദീപാവലിയോടെ രാജ്യത്തെ ചരക്കു സേവന നികുതി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങൾ. ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ഒരുപോലെ ശക്തിപ്പെടുത്തിയാണ് മുൻപോട്ട് പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ഇസ്രയേലിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ജെറുസലേം അത്ലറ്റിക്സ് മീറ്റിൽ ഇന്ത്യയുടെ അങ്കിത ധ്യാനിക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.